അടിസക്കെ പഞ്ഞിക്കാരനാണ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ നാടിൻ്റെ മറ്റൊരു ഭംഗിയും കൂടിയാണ്. എല്ലാ കഥകളിലും തുടക്കം പറയുന്ന പോലെ തന്നെ പൊയ്യ എന്ന അതിമനോഹരമായ ഒരു ഗ്രാമമാണ് എൻ്റേത്. നാടിനെ പറ്റി ഇത്രത്തോളം പറയുമ്പോൾ ചിലർ ചോദിക്കും, നിങ്ങളുടെ നാട്ടിൽ എന്താ ഉള്ളേ? അവർക്കുള്ള മറുപടി ഇത്ര മാത്രമേ ഉള്ളൂ, ഞങ്ങളുടെ നാട്ടിൽ എന്താ ഇല്ലാത്ത. എപ്പോഴും സ്നേഹത്തോടെയും സഹോദരത്തോടെയും ഒരുമിച്ച് നീങ്ങുന്ന ഒരു സൗഹൃദമാണ് ഞങ്ങളുടെ എല്ലാവരുടെയും. ഞാനീ പോകുന്ന പാതയാണ് ഞങ്ങളുടെ കൊടുങ്ങല്ലൂർ നാടിൻ്റെയും മാളനാടിനെയും പൊയ്യോട് ചേർത്ത് പിടിക്കുന്ന ഒരു യഥാർത്ഥ പാത. ഈ പാതയിലൂടെ ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുണ്ട്. ഈ കഥകൾ ഒരുപാട് പേര് കേട്ടിട്ടുണ്ട്. അതിലൂടെ ഒരുപാട് നല്ല സ്വരങ്ങളുണ്ടായി, അതിലൂടെ ഒരുപാട് നല്ല കാവ്യങ്ങളുണ്ടായി. നിങ്ങൾ കാണുന്നതും നിങ്ങൾ കണ്ടിട്ടുള്ളതുമല്ല, ഇവിടെ വന്ന് അനുഭവിച്ച് ജീവിച്ചവർക്കറിയുള്ളൂ പൊയ്യയുടെയും ഈ നാടിൻ്റെയും ഭംഗി എങ്ങനെയാണെന്ന്. എല്ലാവർക്കും അവരൊരു നാട് ഒരുപാട് പ്രത്യേകതയുണ്ടാവും. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ നാടിനും ഞങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഓരോ പ്രവാസികളും ഓരോരുത്തരും നാട് കടന്നു പോകുമ്പോൾ അവർ ഓരോ ഉത്സവങ്ങൾക്കും ഓരോ ആഘോഷങ്ങൾക്കും ഓരോ പെരുന്നാൾക്കും ഈ നാട്ടിലോട്ട് വരുന്നത് അവരുടെ ഓർമ്മകൾ പുതുക്കാനല്ല, അവരുടെ ഓർമ്മ ഇവിടെയാണ്. പൊയ്യെ ഇത്രത്തോളം മനോഹരമാക്കുന്ന വേറൊരു പാത ഞങ്ങളുടെ ഭാഗത്ത് തന്നെയില്ല. ഈ ഭാഗത്ത് കൂടെ പോകുമ്പോൾ നമുക്ക് യഥാർത്ഥമായ സ്നേഹം എന്താണെന്ന് മനസ്സിലാവും. ഈ പാതയിലൂടെ പോകുമ്പോൾ ഒരുപാട് ആകർഷകമായ ഭംഗിയുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. വീണ്ടും വീണ്ടും ഇതിലൂടെ സഞ്ചരിച്ചാലോ ഈ യാത്രയിൽ ഒരുപാട് ഓർമ്മകൾ നമുക്ക് കിട്ടുമെന്ന് ഉറപ്പായിട്ട് തന്നെയായിരിക്കും ഒരുപാട് പേര് ഇതിലൂടെ യാത്ര ചെയ്ത് നീങ്ങുന്നത്. വൈകുന്നേര സമയങ്ങളിൽ ഇതിലൂടെ ഒരു യാത്ര കിട്ടുമ്പോൾ അപ്പോൾ കിട്ടുന്ന ഒരു ഫീൽ വേറെ തന്നെയാണ്. ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല, കാരണം ആസ്വദിച്ച് തന്നെ വേണം. എന്തുകൊണ്ടാണ് ഇത്ര ശാന്തമായി ഇന്ന് ഞാൻ ഈ വ്ളോഗ് ചെയ്യുന്നതെന്ന് ഓർത്ത് ഈ നാടിനെ പറ്റി പറയാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം ഞാൻ വളരുന്നതും ഞാൻ ജീവിക്കുന്നതും ഈ നാട്ടിലാണ്. ഇവിടെ ഒരുപാട് പേർ എനിക്ക് കൂട്ടായിട്ടുണ്ട്, ഒരുപാട് പേർ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. എൻ്റെ നാട് എനിക്ക് മാത്രമല്ല മറ്റുള്ളവരും അറിയണം എൻ്റെ നാടിനെ പറ്റി. വേറൊന്നും കൊണ്ടല്ല, ഒരു നാളെങ്കിൽ ഒരു നാൾ ഈ നാട് എന്നും എല്ലാവരിലും എത്തിച്ചേരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ സ്വപ്നങ്ങളിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു നാളെങ്കിലും ഒരു നാൾ എൻ്റെ പൊയ്യ നാട് അറിയപ്പെടുന്ന ഒരു വലിയൊരു ടൂറിസ്റ്റ് പ്ലേസായി മാറും. അപ്പോൾ നിങ്ങൾ കരുതും ഇവനെന്ത് മണ്ടത്തര പറയണമെന്ന്. എൻ്റെ ആഗ്രഹങ്ങളാണ്. ആഗ്രഹം എന്തെങ്കിലും സാധിക്കുന്ന വിശ്വാസത്തോടെയാണ് ഞാൻ പോകുന്നത്. ഈ കാണുന്ന നാടാണ് കൃഷ്ണൻകോട്ട, ക്രിസ്തുരാജന്റെ ദേവാലയം. കൃഷ്ണൻകോട്ട എന്നറിയപ്പെടുന്ന ഞങ്ങളുടെ പൊയ്യയെ കൊടുങ്ങല്ലൂരുമായി ചേർത്ത് പിടിപ്പിക്കുന്ന ഒരു നാടാണ് കൃഷ്ണൻകോട്ട. ഈ സ്ഥലം നിങ്ങൾക്ക് പരിചയമുണ്ടാവും. പണി സിനിമയിൽ ജോജിയുടെ വണ്ടി ഓടിക്കുന്നതും അവിടെ ചേസിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. ഈ പാലം കാണുന്ന പോലെ കേട്ടോ, രാത്രി സമയങ്ങളാകുമ്പോൾ ഒരുപാട് ഭംഗിയുണ്ട്. അതുപോലെ ഒരുപാട് പേര് ഇവിടെ കാണാൻ സാധിക്കും. ഒരുപാട് പേര് അവരുടെ സമയങ്ങൾ ചെലവഴിക്കുന്നതും ഒരുപാട് സൗഹൃദങ്ങൾ പങ്കിടുന്നതും ഈ പാലത്തുമേ കൂടെ തന്നെയാണ്. പൊയ്യ നാട്ടിലേക്ക് പ്രവേശിക്കുന്ന ഒരു കവാടം തന്നെ ഈ കൃഷ്ണൻകോട്ടയ്ക്കുണ്ട്. ഈ കൃഷ്ണൻകോട്ടയുടെ ഭംഗി ആസ്വദിച്ചിട്ട് വേണം പൊയ്യയിലേക്ക് പ്രവേശിക്കാനുള്ള ആദ്യ പാത. ഓരോ ദിവസം കഴിയുന്തോറും നാട് വളരെ ഭംഗിയായി മാറുന്നു. അതെനിക്ക് തോന്നുന്നതാണോ എൻ്റെ നാടിൻ്റെ ഭംഗിയുള്ളത് കൊണ്ടാണെന്നറിയില്ല. ഈ കായലുകളോടും പുഴകളോടും പ്രകൃതിയോടും പച്ചപ്പിനോടും ഇണങ്ങിച്ചേർന്ന പൊയ്യ മാറി മാറി വരുമ്പോൾ ഞങ്ങളെപ്പോഴും ആസ്വദിക്കുന്നത് ഒരു സൗഹൃദം തന്നെയാണ്, പ്രകൃതിയോടുള്ള സൗഹൃദം. ഓർക്കാനായി ഒരുപാട് കാര്യങ്ങൾ ബാക്കി വെച്ചിട്ടാണ് ഒരുപാട് പേര് ഇവിടുന്ന് പോയിരിക്കുന്നത്. ഓർമ്മകൾ എന്നും പുതുക്കി പുതുക്കി ജീവിക്കുന്നവരാണ് ഇവിടെ പലരും. സന്തോഷം നിറഞ്ഞൊരു ജീവിതം കാഴ്ചവെച്ചുകൊണ്ടാണ് ഞങ്ങളുടെ മുമ്പിലോട്ടുള്ള യാത്ര. ഇനിയും ഒരുപാട് നാളത്തേക്ക് ഞങ്ങൾക്ക് ഇനി യാത്ര ചെയ്യാനുണ്ട്. ഈ പൊയ്യെ ഒരുപാട് പേര് കാണാനുണ്ട്. പൊയ്യെ അറിയാൻ ഇനി ഒരുപാടുണ്ട്. പൊയ്യെ അറിയിച്ചുകൊണ്ടുള്ള കാലങ്ങൾ ഇനിയും മാറി മാറി വരും. ഞാൻ കണ്ട സ്വപ്നങ്ങളെ പൊയ്യ അല്ല, ഞങ്ങൾ കണ്ട സ്വപ്നങ്ങളെ പൊയ്യ. അതാണിത്, ഞങ്ങളുടെ പൊയ്യ. ഈ നാടിനെ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. സുലാൻ.